അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തില് സിമ്പിൾ ആയിട്ട് കുക്കറിൽ ഒരു അരമണിക്കൂർ കൊണ്ട് എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമ്മളൊരു 3.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ, കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി അത് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് സബോള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില കേട്ടോ. ഇനി എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു മൂടി വെച്ചിട്ട് ഒരു 3 വിസിലടിക്കട്ടെ കേട്ടോ. 3 വിസിലടിച്ചിട്ട് നമുക്ക് ബാക്കി. അപ്പൊ നമുക്കൊരു ഇടിവെട്ട് ബീഫ് കറിയുടെ വീഡിയോ കാണാം കേട്ടോ. ആ കത്തിക്കറിയാൻ പോലെ. അപ്പോ നമ്മുടെ 3 വിസിലായി കിട്ടും. ഇനി നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ആ എയറൊക്കെ ഒന്ന് പോയിട്ട് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു 3 വിസിലടിച്ച് നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ 3 വിസിലടിച്ചിട്ട് നമ്മുടെ ബീഫൊക്കെ നല്ല ഒരു 3/4 വേവായിട്ട് കേട്ടോ. ഇനിയിപ്പോ അതിലേക്ക് നമുക്ക് ലാസ്റ്റ് പണി തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇളക്കിയിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി മുകളിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ. പിടിച്ചോട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കണ്ട കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇളക്കണ്ട. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലും കൂടി അടിക്കാം. ഓക്കെ. ഇനി ഒരു വിസിലും കൂടി അടിക്കട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ വിസിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഈ സമയത്ത് കിട്ടുന്ന സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കാശ്മീരി ചില്ലി, ഒരു ചെറിയൊരു കളറിന്. കുറച്ച് പെരിഞ്ചീരകം, ഇനി നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മള് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇങ്ങനെ ചെറുതായി കത്തട്ടെ കേട്ടോ. ഇത് ഇളക്കി കൊടുക്കാം. ഈ കാശ്മീരി പെരിജീരകം ഇട്ട സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കട്ടോ കറി. ഈ സമയത്ത് നമ്മൾ കറിയുടെ ഉപ്പും എരിവും ഒക്കെ നോക്കണം കേട്ടോ. അപ്പോ നമ്മുടെ ബീഫൊക്കെ നല്ല വെന്ത് എരിവും ഉപ്പും എല്ലാം കറക്റ്റാണ്. അതിനുശേഷം ലാസ്റ്റ് ഫിനിഷിങ് കുറച്ച് കറി മസാല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് കറി മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് മീറ്റ് മസാല ഉപയോഗിക്കാം കേട്ടോ. അത് നമ്മളായി പൊടിച്ചുണ്ടാക്കുന്ന മസാലയാണ്. അപ്പൊ നമ്മൾ കുറച്ചിട്ടാൽ മതി. അപ്പൊ നിങ്ങൾ മീറ്റ് മസാല ഒക്കെ ഇട്ടിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇനി നമുക്കിതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ബീഫ് കറി റെഡി കേട്ടോ. 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടെ. എങ്കിൽ ലാസ്റ്റ് ഫിനിഷിങ് വർക്ക് ചെറുള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി താളിക്കണതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് താളിക്കാൻ ഇട്ട കറി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ നമ്മുടെ കറിയിൽ. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. ചൂടായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഈ ചെറുള്ളി നല്ല മൂക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ചെറുള്ളി നല്ല മൂത്തുണ്ടെങ്കിൽ ആയിരിക്കും നമുക്ക് ബീഫിന്റെ എല്ലാം കൊടുക്കാം.
അപ്പോ നമ്മുടെ ബീഫ് കറിയുടെ താളിപ്പ് റെഡി ഉണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഒരു അരമണിക്കൂർ കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കിയ ബീഫ് കറി. അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഒന്ന് റഷീദിക്കാണ് കഴിച്ചു നോക്കണം. റഷീദ് കഴിച്ചിട്ട് അഭിപ്രായം പറയും. പാർട്ടി ഞെട്ടില്ലേ? ഞാൻ കഴിച്ചോ കേട്ടോ. ആ ബീഫൊക്കെ ഉണ്ടോ? കണ്ടോ, കുക്കറിലായ കാരണം. കുക്കറിലല്ല, എങ്ങനെയാലും നമ്മൾ വേവിച്ചാ ഉഷാറാവും. നമുക്ക് കഴിച്ചോ കേട്ടോ. അപ്പോ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കിയിട്ട് വീഡിയോ കമന്റിൽ ഇടുക. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.